പാലക്കാട്ട് എലപ്പുള്ളി ബ്രൂവറി ആദ്യഘട്ട നിർമ്മാണം ഇന്ന് ആരംഭിക്കാനിരിക്കെ പ്രതിഷേധവുമായി നാട്ടുകാർ വന്നിട്ടുണ്ട്. തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ മാപ്പിംഗിനായി കാടുവെട്ടി തെളിയിക്കാൻ ഒയാസിസ് കമ്പനി പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, വലിയ വിവാദമുണ്ടാക്കിയ പ്ലാന്റാണ്. ഇപ്പോൾ വലിയ പ്രതിഷേധമാണോ നാട്ടിലുള്ളത്? ഇന്ന് നിർമ്മാണ പ്രവൃത്തിയുടെ തുടക്കങ്ങളൊക്കെ കുറിക്കാൻ വേണ്ടി ഇരുന്നതാണെന്ന് തോന്നുന്നു. കാടുവെട്ടി തെളിയിക്കാൻ വന്നവരെ പോലും കടത്തിവിടുന്നില്ലേ? എന്താ സംഭവിക്കുന്നത്? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് എലപ്പുള്ളിയിലെ മണ്ണുകാട് പ്രദേശത്താണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ ഇത്തരത്തിൽ ഒരു മദ്യനിർമ്മാണശാല അല്ലെങ്കിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പാലക്കാടും എലപ്പുള്ളിയിലും നടന്നിരുന്നു. അതിന് പിന്നാലെ ഈ കമ്പനി അധികൃതരെ പോലും ഇവിടേക്ക് എത്തുന്നത് തടഞ്ഞ് നാട്ടുകാരും രംഗത്തേക്ക് എത്തിയതാണ്. ഇപ്പോൾ വീണ്ടും ഈ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് മദ്യനിർമ്മാണശാലയുടെ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കമ്പനി കടക്കുന്നു എന്ന വിവരം ലഭിച്ചതോടുകൂടിയാണ് ഇന്ന് രാവിലെയോടുകൂടി എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, പരിസ്ഥിതി പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ മാപ്പിംഗിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സ്ഥലം 24 ഏക്കറിൽ ഒരു കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ അതിനുവേണ്ടി JCB ഉൾപ്പെടെ തൊഴിലാളികൾ ഉൾപ്പെടെ എത്തിയപ്പോൾ നാട്ടുകാർ പൂർണ്ണമായും തടയുകയായിരുന്നു. ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളെല്ലാം ഇവിടേക്ക് എത്തി ഇപ്പോൾ രംഗത്ത് ഉണ്ട്. ഏതായാലും എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസിഡന്റ്, ഈ ആരാണ് ഇത്തരത്തിൽ അനുമതി നൽകിയത്? പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആരോ ഇവിടെ നാട്ടുകാർ പരാതി നൽകി ഇവിടെ കാട് പിടിച്ച് കിടക്കണു, അത് വെട്ടിത്തെളിക്കാൻ വന്നതാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നാട്ടുകാർ ഇന്നലെ അല്ല പരാതി കൊടുത്തത്, കഴിഞ്ഞ ജനുവരി മുതൽ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രൂവറി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് ആ പരാതി ഒന്നും സ്വീകരിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാട് വെട്ടിത്തെളിച്ചിട്ട് ഇവിടെ അവരുടെ ബൗണ്ടറി കല്ലിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്? ഒരു കാരണവശാലും ഇവിടുത്തെ ജനത അത് അനുവദിക്കും. ഡിജിറ്റൽ മാപ്പ് നടത്തി മറ്റു അതിന്റെ നടപടികൾ അവർ വില്ലേജിലൊക്കെ പോയതും അതിന്റെ എല്ലാ വിവരങ്ങളും നമ്മൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ അവരൊരു സ്വകാര്യ ഏജൻസിക്ക് ഇത് കൊടുത്ത് ഇത് സർവേ ചെയ്ത് കല്ലിടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിന്റെ പിന്നിൽ ഇപ്പോഴും കോടതി നിലനിൽക്കില്ല. കേസ് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. അടുത്ത മാസം 6-ാം തീയതി നമ്മൾ കൊടുത്ത കേസ് എടുക്കുകയാണ്. അപ്പൊ അതിന് പുറമെയാണ് 4 ദിവസം മുൻപ് ഭരണസമിതി ഒരു അടിയന്തര യോഗം നിർമ്മാണ പ്രവർത്തി കാട് വെട്ടിത്തെളിക്കുന്നതിലുപരി മറ്റു നടപടികളിലേക്ക് ഒരു കടക്കുന്നുള്ള വിവരം നിങ്ങൾക്ക് ലഭിച്ചു? 100% ലഭിച്ചിട്ടുണ്ട്. കാട് വെട്ടിത്തെളിച്ച് ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചും കൊണ്ട് അത് അളന്ന് തിട്ടപ്പെടുത്തി ബൗണ്ടറി തിരിക്കാനാണ് അവരത് വരുന്നത്. നിരവധി ജനങ്ങൾ ഉൾപ്പെടെ, നിരവധി അമ്മമാർ ഉൾപ്പെടെ ഇവിടെ പ്രതിഷേധമായി എത്തിയിട്ടുണ്ട്. അരുൺകുമാർ, അവരെല്ലാം പറയണത് ഈ മദ്യനിർമ്മാണശാല ഇവിടെ വേണ്ട. ആർക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് ഈ കമ്പനി വേണ്ട, ഇവിടത്തെക്കാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ആർക്കും വേണ്ട. കുറെ ആളുകൾക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കമ്പനിയാണ്. നാടിനെ മലിനമാക്കുമെന്നാണോ? തൂങ്ങിച്ചാകാനും കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചാറായം കൊടുത്തിട്ട്. അതിനൊന്നും നിർത്തിത്തരി. മാറൂല, പെണ്ണന്മാരൂല്ല, പെണ്ണുങ്ങളും ഇല്ലാണ്ടാണ് മദ്യം കുടിച്ചിട്ട് കാട്ടുന്നത്. ഞങ്ങൾക്ക് വേണ്ട. ഈ നാട്ടിൽ അങ്ങനെ ഒരു കമ്പനി വേണ്ടാണ്, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വെള്ളമില്ല, ഇപ്പോഴാണ് വെള്ളം. അതിന് കേട് വരുത്താൻ നിൽക്കാതി. 10 കൊല്ലോ 4 കൊല്ലോ വെള്ളം തട്ടി കൊണ്ടുവന്ന് കുടിച്ചവരാണ്. ഇന്ന് പോകാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ വയ്യാണ്ടാണെങ്കിൽ ഈ വെള്ളം ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കും. കുടിവെള്ളം ഞങ്ങൾക്കില്ല. ഈ കുടിവെള്ളമാണ് ഞങ്ങൾ പദ്ധതി. വേറെ വെള്ളങ്ങൾ വേറും വരാറില്ല. ഞങ്ങൾ ബോർ വെള്ളത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവർ ബോറിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടിവെള്ളം മുട്ടും. ഒരിക്കലും ഈ കമ്പനി വരാൻ പാടില്ല. ഞങ്ങൾക്ക് വേണ്ടവേ വേണ്ട. തൊഴിലാണ് തരാം. അതായത് ജനങ്ങൾ വലിയ എന്താണ് ചാറായ കമ്പനി പറയുന്ന സാധനമേ വേണ്ട. വന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ജനങ്ങൾക്ക് വരുന്നത്. അതേമാതിരി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു കാരണവശാലും ഈ കമ്പനി നമുക്ക് വേണ്ടവേ വേണ്ട. ഞങ്ങളുടെ കുടിവെള്ളമാണ് ഞങ്ങൾക്ക് സുരക്ഷിത. ഞങ്ങൾക്ക് വേണ്ട സ്വാമികളെ, ഞങ്ങൾക്ക് വേണ്ട. മദ്യ കമ്പനിയെ വേണ്ട. അരുൺകുമാർ, ഏതായാലും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് മണ്ണുകാട് പ്രദേശത്തെ ജനങ്ങൾ കടന്നിരിക്കുന്നു. അവർ പറയുന്നത് തങ്ങളുടെ നാട് മലിനമാകും, തങ്ങളുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ ഇല്ലാതാവും, അത്തരത്തിൽ ഒരു കമ്പനി തങ്ങളുടെ നാട്ടിൽ അനുവദിക്കാൻ പാടില്ല, അതിന്റെ യാതൊരു പ്രവർത്തികളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ നാട്ടുകാരും പ്രതിഷേധക്കാരും പറയുന്നത്. സർക്കാർ ഉൾപ്പെടെ പറയുന്നത് മലമ്പുഴയിലെ വെള്ളം എത്തിക്കാനുള്ള നീക്കം കിൻഫ്ര വഴിക്കുക എന്നൊക്കെയാണ്. അതൊക്കെ വെറും തട്ടിപ്പാണ്. ബോർഡിൽ 4 ദിവസം മുൻപ്
ഇതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയാൻ വേണ്ടി ഒരു അജണ്ട വെച്ചിരുന്നു. അന്ന് സെക്രട്ടറി വിശദമാക്കിയത് കൊടുമ്പ് പഞ്ചായത്തിലുള്ള ഒരു സുരേഷ് എന്ന് പറയുന്ന ആള് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവർക്ക് വെള്ളം സപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. വഴി കൂടെ പോകുന്ന ഒരു സുരേഷോ രമേഷോ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതെങ്ങനെ ഈ കമ്പനി അനുവദിക്കും? അയാൾക്ക് ഇതിനുള്ള പെർമിഷൻ ഉണ്ടോ? വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ? അയാൾക്ക് ഇതിന്റെ സോഴ്സ് എവിടെ നിന്ന്? അതൊന്നും വ്യക്തമാക്കാണ്ട് ഒരു സുരേഷ് ഒരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ കമ്പനി നടപ്പിലാക്കാൻ? നിലവിൽ പ്രസിഡന്റിന്റെയോ പഞ്ചായത്തിന്റെയോ അറിവിൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് യാതൊരു അനുമതിയും ലഭിച്ചിട്ടില്ല എന്നല്ല, കൊടുത്തിട്ടില്ല. അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അനുവദിച്ചിട്ടില്ല. സ്ക്വയർ ഫീറ്റിനുള്ള 6000 സ്ക്വയർ ഫീറ്റിലെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, മാനുഫാക്ചറിംഗ് ബ്ലോക്ക്, സെക്യൂരിറ്റി ബ്ലോക്ക് എന്ന് പറഞ്ഞ 6000 സ്ക്വയർ ഫീറ്റ് അനുവദിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളെ നിലപാട്. ഇതാണ് എലപ്പുള്ളി പഞ്ചായത്തിന്റെ ഒരു ഈ വിഷയത്തിലെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. യാതൊരു രീതിയിലുള്ള അനുമതിയും കൊടുത്തിട്ടില്ല. ഒരു പ്ലാൻ വന്നിരുന്നു 6000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു കമ്പനി നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, പക്ഷേ യാതൊരു അനുമതിയും ആ നിർമ്മാണ പ്രവർത്തികൾക്ക് നൽകിയിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായിക്കൊണ്ട് ഈ കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തിയിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം ഈ കമ്പനി നടത്തുന്നത്. അവിടെ തൊഴിലാളികൾ ഇപ്പൊ മടങ്ങിപ്പോയോ? JCB ആയിട്ട് വന്നവരൊക്കെ? അരുൺകുമാർ, തീർച്ചയായും ഞാൻ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു JCBയുമായി തൊഴിലാളികൾ രംഗത്തേക്ക് നിർദ്ദേശം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് അവർ വെട്ടിത്തെളിക്കാൻ വന്നത്? തീർച്ചയായും നിങ്ങൾ JCBന്റെ ആളല്ലേ? നിങ്ങൾ ആരെ ഏൽപ്പിച്ചതാ വന്നത്? ആരെ അറിയിച്ചത്? ഇങ്ങനെ ഒരു പ്രവർത്തി അറിയിച്ചത്? കമ്പനിക്കാർ വിളിച്ചു. എപ്പോഴാണ് അറിയിച്ചത്? ഇന്നലെ അറിയിച്ചത്. ഇവിടെ വന്ന് ഈ പ്രദേശത്ത് എന്ത് ചെയ്യാനാ? അവിടെ ചെടിയും തുപ്പൊക്കെ ഒന്ന് മാറ്റി വേണം, ചെടികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വെക്കാം. ആരാ നിങ്ങൾ വിളിച്ചത്? ആരാ? കമ്പനിന്റെ ആളാണ് വിളിച്ചത്. കമ്പനിന്റെ ആളാണ് കൊണ്ട് ഇവിടെയുള്ള പാലക്കാടുള്ള ആളാണോ? അല്ല, എറണാകുളത്തുള്ള ആ ഒരു കമ്പനിന്റെ ആളെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. വന്ന് കണ്ടിട്ട് പറയണം. കമ്പനിയുടെ എന്താണോ വരണം, ഇവിടെ ചെടികൾ കുറച്ച് വൃത്തിയാക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ വന്നത്. ഒയാസിസ് കമ്പനിയുടെ ആണ്, മദ്യനിർമ്മാണശാലയുടെ ആളാണെന്ന് തന്നെയാണോ നിങ്ങൾ? അതെ അതെ അതെ. എത്ര ഏക്കർ വൃത്തിയാക്കണം എന്നാ പറഞ്ഞത്? അങ്ങനെയില്ല, അങ്ങനെ ഏക്കറൊന്നും പറഞ്ഞില്ല. അവിടെ കുറച്ച് സ്ഥലങ്ങൾ ചെടിയും തൂപ്പ് ക്ലീൻ ചെയ്യണം, മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. രാവിലെ ഒന്ന് വരും, നേരിട്ട് കാണാമെന്ന് അവർ ഇവിടേക്ക് വരാൻ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. കണ്ടോ നിങ്ങൾ? പിന്നീട് ഇല്ല, വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. അവരെ കാത്തിരിക്കും. വാടക മേടിക്കാൻ. നിങ്ങൾ ഒരു JCB മാത്രമായിട്ട് വന്നാണ്? അവർ JCB മാത്രമായിട്ട് വന്നു. അതായത് ഇവർക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു എന്ന് മാത്രമാണ് അവർക്ക് ഉള്ളൊരു വിവരം. എറണാകുളത്ത് നിന്നാണ് അത്തരത്തിലൊരു ഫോൺ കോൾ വരികയും ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. ഈ മണ്ണുകാട് പ്രദേശത്തേക്ക് എത്തിയാൽ കൂടുതൽ വിവരങ്ങൾ നൽകാമെന്നുള്ളതാണ് അവർക്ക് കമ്പനി അധികൃതർ നൽകിയ വിവരം. ഏതായാലും ഈ ഒരു JCB ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ഈ ഒരുപാട് ആളുകൾ എതിർക്കുന്ന ഈ കമ്പനിയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ തുടക്കം കുറിക്കാൻ വേണ്ടി തൊഴിലാളികൾ എത്തിയത്. ഏതായാലും ആ തൊഴിലാളികളെയും JCBയെയും ഇപ്പോൾ നാട്ടുകാർ തടഞ്ഞിരിക്കുന്നു. ഈ പ്രതിഷേധം ഏതായാലും വ്യാപകമാക്കുമെന്നുള്ളതാണ് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റും എലപ്പുള്ളിയിലെ ജനപ്രതിനിധികളും എലപ്പുള്ളിയിലെ നാട്ടുകാരും ഒരുപോലെ പറയുന്നതായിരുന്നു. കുമാർ, ഓക്കെ. അപ്പോൾ ഒരു JCBയുമായിട്ട് രാവിലെ കമ്പനി പ്രതിനിധികൾ പറഞ്ഞതനുസരിച്ച് അവിടെ ക്ലീനാക്കാൻ എത്തിയതാണ്. പക്ഷേ നാട്ടുകാർ പ്രതിഷേധിച്ചു. നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത കമ്പനി എന്തിനവിടെ സ്ഥാപിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം ആ JCBക്കാരൻ്റെ കാര്യമാണ്. ഇന്നത്തെ ദിവസം രാവിലെ ഇനി കമ്പനി അതിനുള്ള നഷ്ടപരിഹാരമായിട്ട് ആ വാടകയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. നാട്ടുകാരെന്തായാലും അവിടെ JCB കയറ്റാൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് തദ്ദേശ ഇലക്ഷൻ കൂടി വരാൻ പോവുകയാണ്. ഏതു കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷ്മതയോടുകൂടി നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന 4-5 മാസങ്ങൾ. ഏതിലും അതിന് പിന്നിലും കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും. പ്രതിഷേധിക്കുന്ന മനുഷ്യർക്ക് ആ നാട്ടിൽ അത് വേണ്ട എന്നുള്ളത് അമ്മമാരൊക്കെ പറയുന്ന കേട്ടില്ലേ? ഈ പെങ്ങന്മാരെയും ഭാര്യമാരെയും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുകൾ ഈ മദ്യമടിച്ച് ഇങ്ങനെ കഴിയുമ്പോൾ എന്തിനാണ് ഇവിടെ ഒരു ബ്രൂവറി പ്ലാന്റ് എന്നാണ് അമ്മമാർ ചോദിക്കുന്നത്. ശക്തമായ പ്രതിഷേധം നാട്ടിലുണ്ട്. അപ്പോൾ ആ പ്രതിഷേധം സർക്കാർ കണക്കിലെടുത്ത് അവരുമായിട്ടൊക്കെ ചർച്ച നടത്തി അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ എന്തായാലും നാട്ടുകാർ JCB ആ പ്രദേശത്തെ കടത്താൻ സഹായിക്കില്ല.